അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നല്ലൊരു മാസത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? റജബ് മാസം. ഈ ഒരു മാസത്തിനെ നമ്മൾ വെറുതെ കളയരുത്. ദിക്റുകൾ കൊണ്ടും ഖുർആൻ ഓതിയും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചിട്ടും അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു തആല നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിഅ്റാജ് നോമ്പിന് മുമ്പ് തന്നെ ഈ ഒരു സൂറത്ത് ഒരിക്കലെങ്കിലും നമ്മൾ ഓതി നോക്കുക. ഇന്ന് ഒരുപാട് ആളുകൾ പണത്തിൻ്റെ പേരിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരാവശ്യത്തിനും പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥ. നമുക്കറിയാം, എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പണം ഒരു മുഖ്യ ഘടകമാണ് അല്ലേ? അപ്പോൾ ആ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ എത്രത്തോളം നമ്മൾ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടം കൊണ്ട് ഇടങ്ങേറാകുന്ന പല ആളുകളുമുണ്ട്. കടമെന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനം കളയുന്ന ഒന്നാണ് അല്ലേ? പല രീതിയിലും ആളുകൾക്ക് കടങ്ങൾ വരുന്നുണ്ട്. മക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിലൂടെയും വീട് വെക്കുന്നതിലൂടെയും അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിൽ കടങ്ങൾ കുന്നുകൂടുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. എന്നിട്ട് അതിലൊരു ലാഭവുമില്ലാതെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയും നമുക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഖുർആനിലെ ഈ ഒരു സൂറത്താണ്. ഈ ഒരു സൂറത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. നമുക്ക് ആ ഒരു ഖുർആൻ ഓതുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് നേട്ടം മാത്രമേ തരുന്നുള്ളൂ. ഏതാണ് ആ സൂറത്ത്? സൂറത്ത് ഖുറൈശിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സൂറത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാനും ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ ലാഭമുണ്ടാകാനും ജോലി നല്ല രീതിയിൽ മെച്ചപ്പെടാനും അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം പടച്ച റബ്ബ് നമുക്ക് കാണിച്ചു തരുന്നതുമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനിയൊരു വിഷമം അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നിറച്ചു കൊണ്ടിരിക്കും. എല്ലാവരും വിശ്വാസത്തോടു കൂടി എന്നും ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിക്കുക. ഇത് ചൊല്ലേണ്ടത് സുബഹി നമസ്കാരത്തിന് ശേഷം ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് ഇടങ്ങേറാകുന്ന സമയത്തും എന്ത് ബുദ്ധിമുട്ടുന്ന സമയത്തും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു തആല നമുക്ക് നടത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.